ബാക്കിയുള്ള എല്ലാവരും സ്വാഗതം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ പശ്ചാത്തലം പറയുന്നത് നമ്മുടെ ഇടവകയുടെ വഴങ്ങണ്ടൂർ ഇടവകയുടെ ശതോത്തര സുവർണ്ണ ജൂബിലിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 150-ാം വർഷം. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തീരുമാനമെടുക്കാൻ ഒരു ഭവനം നമ്മൾ പണിത് കൊടുക്കാമെന്ന്. ജൂബിലി ഭവനങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ മോളേശ്വര വീടാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്. ഞാൻ ഈ ഫെബ്രുവരിയിലാണ് ഇവിടെ വന്നത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. നമ്മൾ മെയിലിൽ നമ്മൾ ജൂബിലി സമാപിച്ചെങ്കിലും സ്മരണീയ കമ്മിറ്റിയും ജൂബിലി നിർമ്മാണ കമ്മിറ്റിയും നമ്മൾ നിലനിർത്തി. ജൂബിലി നിർമ്മാണ കമ്മിറ്റി ആണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അതുപോലെ കൈക്കാരന്മാർ, അതുപോലെ നമ്മുടെ കമ്മിറ്റി കൺവീനറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതുപോലെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി തീരുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു 7-8 ലക്ഷം ചിലവ് വരുന്നുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് എല്ലാവരും പിരിച്ചിട്ട് നമ്മൾ നോമ്പാല പിരിച്ചാൽ ഒരു 3 ലക്ഷം കിട്ടി നമുക്ക്. പിന്നെ ഇടവേന്ന് പിരിച്ചിട്ട് 2 ലക്ഷം ഓഫർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് സ്പോൺസറിങ് ഒക്കെ തരാമെന്ന് പറഞ്ഞതാണ്. പാവത്തുകാരനാണ് അദ്ദേഹം. എൻ്റെ അവിടെ നടക്കുമ്പോൾ കുറച്ച് വീടുകളും കൺസ്ട്രക്ഷനും ഒക്കെ നേതൃത്വം നൽകിയ ആളാണ്. അദ്ദേഹം നല്ല ടീമംഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഡിസംബർ 1-ന് പണി കഴിഞ്ഞിട്ട് ഡിസംബർ 8-ന് തിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ചിന്താനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനി 3 മാസത്തൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് എല്ലാവരും സഹകരണം പ്രത്യേകമായി നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും പറയാൻ ആഘോഷം എന്തെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ കൈക്കാരന്മാരോ പിന്നെ മോളേച്ചിന് വീട്ടുകാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ആളുകളും അയൽപ്പക്കക്കാരും അപേക്ഷിച്ചിട്ടും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഒരു സാഹചര്യം ഇവിടെ പണിയാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ മോളിയുടെ വീടിൻ്റെ അടുത്തുള്ള ജയിച്ചേൻ്റെ വീട്ടുകാരാണ്. പ്രത്യേക അവർ ഇതിൽ ഓർക്കാണ്. അതൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അവർ വളരെ ത്യാഗപൂർണ്ണമായിട്ട് ഞാനും ജോയിന് ഒരു പ്രാവശ്യം വീട് വന്നപ്പോൾ ജോയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലേബർ തന്നെ എത്തി നല്ല പൈസ വരും. കാരണം വണ്ടി വന്നില്ലെങ്കിൽ ആളുകൾ ചുമന്നോട് വരാണെങ്കിൽ നല്ല പൈസ വ്യത്യാസം വരും. 7 ലക്ഷം നമ്മൾ 10 ലക്ഷമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ കയറി കേട്ടില്ലേ. വീട്ടിന് വീട്ടുകാരോട് ചോദിച്ചു. അവർ മതിൽ വിളിച്ചെന്നു റെഡിയാക്കിയത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാനുള്ള അപ്പുറമാണ്. എല്ലാവരും ഭയങ്കര സഹകരണം കാണിക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരും സ്പോൺസറിങ് ഒരുപാട് പേര് ഇങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് തിരുവല്ലടയിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ നിന്ന് ഇതും നടക്കുന്നുണ്ട്. 5 വീടുകൾ വേറെ നമ്മൾ വീടുകൾ പണിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓഫറുകളൊക്കെ വന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. വികാസത്തിൽ അത് ഞാൻ ആലോചിക്കണം. വേറെ എന്തെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ അച്ഛനും നല്ല ദൈവത്തിന് സ്തുതി. മനുഷ്യരുടെ സമാധാനം പ്രത്യാശപ്പെടുന്നേക്കും. സർവ്വസ്നായുള്ള പിതാവേ, ഞാൻ സഞ്ചരിക്കുന്ന പോലെ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വം എന്നേക്കും അങ്ങനെയാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരവർക്കുള്ള നിഷ്ഫലമാകുന്നു. ആഹാരത്തിന് വേണ്ടി പണിപ്പെടുമ്പോൾ നേരത്തെ വരുന്നവരും കൊണ്ട് താമസിച്ചവരും കൊണ്ട് ഫലമില്ല. തനിക്ക് പ്രിയപ്പെട്ടവർ ഇറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു. എന്നാലും കർത്താവിന് ദാനമാകുന്നതിന്റെ ഫലം അവിടുത്തെ അനുഗ്രഹമാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആരാധിക്കും അങ്ങനെ മക്കളുടെ താമസമായി ഇവിടെ പണിയാൻ പോകുന്ന ഈ ഭവനത്തെ ആശ്രയിക്കും ഞങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു. ഈ അടിസ്ഥാനത്തിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന മന്ദിരം തലമുറകൾക്ക് ആശ്രയം അഭയമായി ലഭിക്കട്ടെ. അങ്ങ് വീട് പണിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനം ഫലമാകും. അങ്ങ് നഗരം കാക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഫലശീലമാകും. ദൈവമേ, അങ്ങ് പൈതൃകമായ പരിപാലന അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിർമ്മാണ വേലകൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ചും പരിശുദ്ധ സുവിശേഷം 46:46 ഈശോ അരുൾ ചെയ്ത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആരുടെ സദൃശനാണ് ഞാൻ വ്യക്തമാക്കാം. വാനം നന്നായി താഴ്ത്തി പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് സദൃശനാണ് അയാൾ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്കാ വെടിനില ആഞ്ഞടിക്കുകയും ചെയ്തു. എങ്കിലും അതിനിളക്കുവാൻ കഴിഞ്ഞില്ല.
എന്തെന്നാൽ അത് പാറമേൽ ഉറപ്പുള്ളതായി പണിയപ്പെട്ടിരുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ദിവ്യനാഥനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാലത്തെയും സൃഷ്ടിയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ അമൃതം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ആദ്യമാതാപിതാക്കന്മാരെ കുടുംബത്തിലേക്ക് നയിച്ച പിതാവെ, മനുഷ്യമക്കൾ വീടുകൾ പണിത് ജീവിതം നയിക്കുവാനാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തനുസരിച്ച് ഞങ്ങൾ പണിയാൻ പോകുന്ന ഈ ഭവനത്തിന് അടിസ്ഥാനമായി സ്ഥാപിക്കാൻ പോകുന്ന ഈശ്വര അങ്ങ് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. അമ്മയെപ്പോൾ ഞങ്ങളും മാറിടട്ടെ. എന്നോട് ചിത്തമെന്നും രക്ഷകരിൽ ആനന്ദം കൊണ്ടിടുവാൻ എന്നോട് ഹൃത്തിലെന്നും സത്യമാം വചനം നിറച്ചിടണേ. അമ്മയില്ലാതലയും തനയർക്കും അമ്മയായി തീർന്നവളെ, അമ്മതൻ സാന്ത്വന